ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ മൂന്നാറിൽ ഫ്രൂട്ട്സ് ഗാർഡനൊക്കെ പോയി. ആ വീഡിയോ ഞാൻ പുറകെ ഇടാം. പിന്നെ അവിടുന്ന് പോയിട്ട് വരുന്ന വഴിക്ക് എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കടമുറ്റത്ത് കത്തനാർ 9th സെഞ്ച്വറിയിൽ പണി കഴിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നു പോന്നിരുന്ന പള്ളിയിലൊന്ന് പോകണമെന്ന്. അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹം സഫലമായി എന്ന് പറയാമല്ലോ. ഫൈനലി ഞാൻ നമ്മുടെ പള്ളിയിലെത്തി. കടമുറ്റത്തെ കത്തനാരെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഒരുപാട് മാജിക്കൽ പവേഴ്സൊക്കെ ഉണ്ടായിരുന്ന വലിയൊരു പ്രീസ്റ്റായിരുന്നു 9th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്നത്. ശരിക്കും എനിക്ക് ഇവിടെ എത്തിയപ്പോൾ ഒരു എന്താ പറയുക, ചർച്ച് കണ്ടപ്പോൾ ഒരു വല്ലാത്ത ഫീലായിരുന്നു. എന്തായാലും അവിടെ വന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമത്തിലുള്ള ഒരു പുരാതന ക്രൈസ്തവ ദേവാലയം കൂടിയാണ്. കണ്ടോ, അവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈലൊക്കെ എല്ലാം ആ പഴയ ഒരു രീതിയിലാണ്. പക്ഷെ ഞാൻ വന്നത് വളരെ ആപ്റ്റായൊരു സമയത്ത് തന്നെയായിരുന്നു കേട്ടോ. എൻ്റെ ഒരു പ്രധാന കാരണം, ഈ പള്ളി ഇപ്പോൾ പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രയായാലും നമ്മൾക്ക് ആ ഒരു പഴയ തനിമയിൽ അത് കാണാൻ പറ്റുക എന്നുള്ളതൊരു വലിയ ഭാഗ്യമാണല്ലോ. സോ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ആർക്കിയോളജി ഏറ്റെടുത്തു അവരുടെ ഒരു നിർദ്ദേശപ്രകാരം. പക്ഷെ റീകൺസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അത് എന്തൊക്കെ രീതിയിലാണോ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്, ലൈക്ക് അതിൽ കല്ലുകളും കുമ്മായം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഴയ എന്തൊക്കെയാണോ ചെയ്തിട്ടുള്ളത്, അതായത് ആ മുകളിലേക്ക് കൊടുത്തിരിക്കുന്ന ഫുള്ള് കുറേ കണ്ടോ തടികളുടെ പണിയൊക്കെയാണ്. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ഇതിൻ്റെ എല്ലാം തന്നെ അതേ പകർപ്പിൽ പുതിയ രീതിയിൽ പണി കഴിപ്പിക്കണം എന്നുള്ളതാണ്. എങ്കിലും കടമുറ്റത്തച്ഛൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രീതിയിൽ അതേ തനിമയിൽ അവിടെ പോയി കാണാൻ എനിക്ക് പറ്റി. ഇപ്പോഴത്തെ പുതിയ കൺസ്ട്രക്ഷനിലേക്ക് വരുന്നതിന് മുമ്പേ ആ പഴയ തനിമയിൽ എനിക്ക് കാണാനും അവിടെയൊക്കെ തൊടാനും ഒക്കെ ഒരു വലിയ ഭാഗ്യം കിട്ടി. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ കണ്ടോ, ആദ്യമായിട്ട് അവിടത്തേക്ക് വാതിലും അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. വലിയ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ വന്ന സമയത്ത് കുറേ ആളുകളൊക്കെ പ്രദക്ഷിണത്തിനോ എന്തിനോ തിരക്കിലൊക്കെ ആയിട്ട് പോയി. അതുകൊണ്ട് എനിക്ക് അവിടെ കയറി എല്ലാം ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റി. അവിടെ കുറേ കാണിക്കകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ അങ്ങനെ എല്ലാ ചർച്ചിലും കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ അവിടെ കണ്ടു. ഇങ്ങനെ ഒരു നേർച്ചയും കാണിക്കയൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു. കുറച്ച് ഫ്രൂട്ട്സ്, കേക്ക്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇളനീരുണ്ട്, പഴം, കേക്ക്, ഫ്രൂട്ട്സ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇത് പിന്നെ കടമുറ്റത്ത് പള്ളിയുടെ തന്നെ, ഇത് ചെറിയ പള്ളിയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി. അവിടെ അടുത്തായിട്ടാണ് കടമുറ്റത്ത് അച്ഛൻ താമസിച്ചിരുന്നത്, കത്തനാർ താമസിച്ചിരുന്നതെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ പുറകിലായിട്ട് ഈ എന്താ പറയുക, ഒരു കിണറൊക്കെ ഉണ്ട്. അതിലും കുറേ ഇതൊക്കെ ഉണ്ട്. അത് കടമുറ്റത്ത് പോയടം പള്ളി എന്നാണ് ഇന്ന് പറയുന്നത് പേര്. കണ്ടോ, പിന്നെ കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ സമയം കുറേ ലേറ്റ് ആവുന്നതുകൊണ്ടും അവിടുന്ന് വരേണ്ടി വന്നു. പിന്നെ ഞാൻ ഹെൽത്ത് വൈസ് അത്ര ഓക്കെ അല്ലായിരുന്നു. അത്യാവശ്യം നല്ല വെയിലായതുകൊണ്ടും എനിക്ക് നല്ല മൈഗ്രെയിൻ ഒക്കെ ഉണ്ടായിരുന്നു, ഡീഹൈഡ്രേറ്റഡ് ആയി ബോഡി. അപ്പോൾ പിന്നെ കുറേ സമയം അവിടെ നിന്ന് നടന്നു കുറേ കാര്യങ്ങളൊന്നും ക്യാപ്ചർ ചെയ്യാനൊന്നും പറ്റിയില്ല. ഓക്കെ, എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഫ്രൂട്ട്സ് ഗാർഡനിൽ പോയതിൻ്റെ വീഡിയോ ഞാൻ പുറകെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. എനിക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ചാനൽ കുറച്ച് നാളായിട്ട് കുറച്ച് വീഡിയോസൊന്നും ഇട്ട് ഫോളോ ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷേ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു.